അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നൊരു ഔട്ട്പുട്ട് ഫിക്സിംഗ് വേൾഡാണ്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് CPU ഔട്ട്പുട്ട്. നേരത്തെ ഇവിടെ ഇൻപുട്ട് ഇല്ലാതെ ഒരു ഔട്ട്പുട്ട് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഗതിയുടെ ഒരു ഫിക്സേഷൻ സൈഡൊക്കെ വരുന്നത് ആ ഇൻപുട്ടാണ്. ചെവി കേൾക്കാത്തവന് സംസാരിക്കാൻ പറ്റില്ല. ചെവി അവന് കേൾക്കുന്നില്ലെങ്കിൽ അവൻ്റെ നാക്കും സംസാരശേഷി എല്ലാം ഉള്ളതോടുകൂടി അവനക്ക് സംസാരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അവിടെ ഇൻപുട്ട് ഇല്ല എന്നുള്ളതാണ്. ഇതൊരു മൈക്രോഫോൺ പോലെയും ഇത് സ്പീക്കർ പോലെയാണ്. കണ്ണ് കാണാത്തതിന് എഴുതാൻ പറ്റില്ല. കാരണം ഇതേപോലെ എല്ലാവരും ഇൻപുട്ടില്ലാതെ ഔട്ട്പുട്ട് പ്രപഞ്ചത്തിലില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അവിടെ ഔട്ട്പുട്ട് ഫിക്സിങ്ങിന് പകരം ഇൻപുട്ടാണ്. പഴയ കാലത്തുള്ള എല്ലാ മെഡിക്കൽ സിസ്റ്റംസും എല്ലാം ഹെൽത്ത് ബിൽഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻപുട്ട് സൈഡാണ് അവർ ഫോക്കസ് ചെയ്യുക. അതായത് ആരോഗ്യം ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും വലുതെന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്ലേറ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. കാരണം പ്ലേറ്റാണ് ഇൻപുട്ട്. നിങ്ങളെ പാത്രത്തിലുള്ളതേ അകത്ത് പോകുന്നുള്ളൂ. യു ആർ വാട്ട് യു ഏറ്റ്. നിങ്ങളെന്താണോ കഴിച്ചത് അതാണ് നിങ്ങൾ. അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയാൽ 50% ഓഫ് പല പ്രശ്നങ്ങളും സോൾവായി. കാരണം 50% ഓഫ് ഹെൽത്ത് വരുന്നത് നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണ്. ബാക്കി ഒരു 25% വ്യായാമം കാര്യങ്ങളും, പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ റെസ്റ്റ്, ഇതൊക്കെയാണ്. ഉറക്കും റെസ്റ്റൊക്കെ, അതും അതേപോലെ സ്ട്രെസ്സില്ലായ്മ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിൻ ഭക്ഷണമാണ്. ഇവിടെ പഴയ സിസ്റ്റം ഉണ്ട്, പുതിയ സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ പരിശ്രമം അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ പരിശ്രമത്തിലും പഴയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെൽത്ത് ബിൽഡ് ചെയ്യാമെന്ന്. നിങ്ങളിൽ ഈമാനിയായ ഖുവ്വത്തുണ്ടെങ്കിൽ പല കൺഫ്യൂഷൻ അവിടെ ഒഴിവായി കിട്ടി. നിങ്ങളിൽ തൗഹീദ്, നിങ്ങളിൽ ആ ഇൻപുട്ട് സൈഡ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ യഖീൻ, അത് ഇൻപുട്ട് സൈഡാണ്. അത് ബിൽഡ് ചെയ്യാനുള്ള പരിശ്രമമാണ്. അതിന് വിപരീതമായിട്ടുള്ളത് ഷിർക്ക്, കുഫ്റൊക്കെ രോഗങ്ങളാണ്. ഡീഫോൾട്ട് അത് ഫോൾട്ടാണ്. അപ്പോൾ ഡീഫോൾട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ശരിക്കുള്ള പരിശ്രമങ്ങൾ. അതേപോലെ ബിദ്അത്ത് രോഗമാണെങ്കിൽ ഇവിടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ ഒരു സുന്നത്ത് തങ്ങളുടെ ജീവിതത്തിലേക്ക്, തങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ഫിക്സേഷൻ സൈഡ്. പിന്നെ ജീവിതങ്ങൾ ശരിയില്ല, ദിനേനയുള്ള നമ്മളുടെ കാര്യങ്ങൾ ശരിയില്ല എന്നുള്ളത് അതൊരു അതിൻ്റെയൊക്കെ ഫിക്സേഷൻ സൈഡ് വരുന്ന പ്രെയർ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിസ്കാരം ശരിയാക്കിയാൽ നമ്മൾ ലൈഫ് ഫിക്സ് ആവും. ആ ടൈമിങ്ങും അതേപോലെ എല്ലാ വിഷയങ്ങളും ഫിക്സ് ചെയ്യാനുള്ളൊരു പരിശ്രമമാണ്. ഒറ്റയടിക്ക് ഫിക്സ് ആവില്ല, പക്ഷേ മെല്ലെ മെല്ലെ ഫിക്സ് ആവും. ഫിക്സിങ് എപ്പോഴും അങ്ങനെയാണ്, മെല്ലെ മെല്ലെയാണ്. അതുപോലെ ജഹാലത്ത് രോഗമാണെങ്കിൽ ഇൽമാണ് അവിടെ ബിൽഡിംഗ് സൈഡ്, ഇൻപുട്ട് സൈഡ്. ഗഫ്ലത്ത് രോഗമാണെങ്കിൽ ദിക്റാണ് അവിടെ ഇൻപുട്ട് സൈഡ്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട സംഗതിയാണ്. ഇത് പരിശ്രമമാണ്. മറ്റ് രോഗങ്ങളാണ്, ഇതിൻ്റെ ആബ്സൻസാണ്. ഇപ്പോൾ ഇരുൾ എന്ന് പറയുന്നത്, ഡാർക്ക്നെസ് എന്ന് പറയുന്നത്, ആബ്സൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പോലെ, ഇതില്ലെങ്കിൽ ദിക്റില്ലെങ്കിൽ പിന്നെ അടുത്തത് ഗഫ്ലത്തിലേക്ക് പോകും. ഇൽമില്ലെങ്കിൽ ജഹാലത്താണ്. അങ്ങനെ അതുപോലെ സ്വാർത്ഥത കൊടുക്കാതിരിക്കുക, എടുത്തു വെക്കുക, ആദരിക്കാതിരിക്കുക, ഇതൊക്കെ രോഗങ്ങളാണ്. അതിൻ്റെ അദബുകൾ പഠിപ്പിക്കുക, ആദരിക്കാൻ പഠിപ്പിക്കുക, കൊടുക്കുക, മറ്റുള്ളവർ ബഹുമാനിക്കുക, ഇതൊക്കെയാണ് ഇക്റാം എന്ന് പറയും. ഇതാണ് ബിൽഡ് ചെയ്യേണ്ട, ഇത് പരിശ്രമമാണ്. ഇത് ബിൽഡ് ചെയ്യേണ്ട പരിശ്രമമാണ്. മറ്റേത് ഇതിൻ്റെ ആബ്സൻസാണ് അപ്പുറം വരുന്നത്, രോഗമാണ്. നേച്ചറലി എല്ലാം ഡീഫോൾട്ട് സ്റ്റേറ്റ് എല്ലാവരുടെയും കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ നേച്ചറിൽ എടുത്തു വെക്കുന്നൊന്നുമില്ല. കൊടുക്കുക, എടുത്തു വെക്കുന്ന മനുഷ്യനാണ്. അതായത് ടാങ്കി സിസ്റ്റം നേച്ചറിൽ എവിടെയെങ്കിലും കാണില്ല. കിണർ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ കിണർ എടുക്കുന്നതിനനുസരിച്ച് പിന്നെയും തരും. കൊടുക്കുന്ന സംഗതിയാണ്. നഖം വെട്ടിയാൽ പിന്നെയും വരും, മുടി മുറിച്ചാൽ പിന്നെയും വരും. ഇങ്ങനെ ഉണ്ടല്ലോ. കൊടുക്കുന്നതനുസരിച്ച് പിന്നെ തരുന്നൊരു സിസ്റ്റമാണ്. തേങ്ങ പറിച്ചാൽ പിന്നെ അതിൽ നിന്ന് വരും. എല്ലാവരോടും ജീവിക്കുന്നതിനെ കൊടുക്കാൻ വേണ്ടിയാണ്. തെങ്ങ് തേങ്ങ കൊടുക്കുന്നു, കോഴി മുട്ട കൊടുക്കുന്നു, പശു പാല് തരുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ മറ്റുള്ളവർക്ക്. അപ്പോൾ എടുക്കുക എന്നുള്ളത് മനുഷ്യന് സ്വാർത്ഥതയാണ്. തീരെ എടുക്കേണ്ടെന്നല്ല, നമ്മളെ പ്രകൃതം കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികളൊക്കെ കാണുന്നില്ല, അവർ സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പേരും പെരുമയും എന്നുള്ളത് രോഗമാണ്. നമ്മൾ ഫേമസ് ആവുക, വലിയ എന്തെങ്കിലുമോ പ്രതീക്ഷിക്കുക, അത് രോഗമാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡ് ഇഖ്ലാസ് എന്നുള്ളത് ബിൽഡ് ചെയ്യേണ്ടതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി, അവൻ ജീവിതത്തിൽ വലുതാവുമ്പോൾ അവൻ്റെ തൃപ്തി വലുതാവും. അങ്ങനെ ആ രീതിയിലുണ്ടല്ലോ നീയത്ത്, അതും ബിൽഡിങ്ങാണ്. ഒറ്റടിക്ക് ശരിയാവണമെന്നില്ല, മെല്ലെ മെല്ലെ വരുന്നതാണ്. ഇഖ്ലാസ് അവസാനമായി വരുന്നതും ആദ്യമായിട്ട് പോകുന്ന എന്നൊക്കെ ഉലമാക്കൾ സാറിന് പറയാറുണ്ട്.
അതുപോലെ അടിപ്പിക്കുക എന്നുള്ള രോഗമാണ്. പരസ്പരം അടിപ്പിക്കുക എന്നൊരു രോഗമാണ്. അടുപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പരിശ്രമം. എന്ന് പറഞ്ഞാൽ നാം റബ്ബുമായിട്ട് അടുക്കണം, മറ്റുള്ളവരും അടുപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പരിശ്രമങ്ങളും ഈ ഒരു ക്വാളിറ്റീസ് തനിയെ ഉണ്ടാവില്ല. ഇതൊരു പ്രയത്നവും പരിശ്രമമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേനീച്ച ഒരു പരിശ്രമത്തിലാണ്. തേനീച്ചയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഡെയിലി ബേസിൽ പരിശ്രമങ്ങളും നല്ല നീയത്തിൽ അത് പുറപ്പെടും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. എന്ന് പറഞ്ഞാൽ ഫസ്ലുക്കി സുബുല റബ്ബിക്ക് ദുലുല, തേനീച്ചനോട് പറഞ്ഞാണ് നിൻ്റെ റബ്ബ് നിനക്ക് എളുപ്പമാക്കി തന്ന വഴികൾ നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് തുറന്നു തന്ന വഴികൾ. അതാണ് ഒരു തേനീച്ച ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പല സെബീലുകളും സുബുലുകളും തന്നിട്ടുണ്ട് പരിശ്രമ വിധാനത്തിൽ. അതുപയോഗിച്ചിട്ട് ഇതൊരു ബിൽഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ബിൽഡിംഗ് ആണ്. നേരെ വെച്ച് ഈച്ചയുടെ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഈച്ചയുടെ ഒരു ക്വാളിറ്റി നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ രോഗം പരത്തുക എന്നുള്ളത് അത് നെഗറ്റീവ് മാത്രം കാണുന്നതാണ്. ആരില്ലെങ്കിലും ഒരാൾ ഒരു തെറ്റുണ്ടെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഫുൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അഴുക്കുണ്ടെങ്കിൽ അതിനെയാണ് ഈച്ച കാണുക. ഈച്ചക്ക് അതിനുള്ള കണ്ണും ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ മീഡിയകളും ഒരുപാട് ഇന്നത്തെ മോഡേൺ സിസ്റ്റമൊക്കെ ഒരു ഈച്ചയുടെ സിഫത്തിലാണ് ബിൽഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കൊരു അകത്തൊരു നല്ല ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ശുദ്ധമായ ഹൃദയം ഇല്ലെങ്കിൽ നല്ല നീയത്തുകൾ വരില്ല. നല്ല നീയത്തിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് ഒരു തേനീച്ചയുടെ സിഫത്ത് വരുന്നത്. മസലുൽ മുഅ്മിൻ കമസലുൽ നഹ്ല എന്ന് ഏകദേശം ഹദീസിൻ്റെ ആശയം വരുന്നത്. അതായത് ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തേനീച്ചനെ പോലെയാണ്. നല്ല നീയത്തുകൾ നല്ല വിത്തുകളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അകത്തുനിന്നുള്ളതാണത്. വൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ലതിൽ നിന്ന് വരുന്നതാണ് അതൊക്കെ. വല്ലദി ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ, മോശമായ പ്രൊഡക്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധമായ ഹൃദയത്തിൽ നിന്നാണ് നല്ല നീയത്തുകൾ, നല്ല വ്യൂസ് മറ്റുള്ളവരെക്കുറിച്ച്. മറ്റെന്തെന്ന് പറഞ്ഞാൽ അപ്പുറം രോഗം പറഞ്ഞത് മാത്രം കാണുക. ഷിർക്ക്, ബിദ്അത്ത് രോഗമാണ്, ഗഫ്ലത്ത് രോഗമാണ്, ജഹാലത്ത് രോഗമാണ്, സ്വാർത്ഥത രോഗമാണ്, പേരുമേ രോഗമാണ്, അടിപ്പിക്കുക എന്നുള്ള രോഗമാണ്. അടുപ്പിക്കലല്ല. ഇപ്പോഴത്തെ സൈഡ് വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ റബ്ബിലുള്ള യഖീൻ, ഈമാൻ, മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതവും തങ്ങളുടെ സുന്നത്ത്, തങ്ങളെ മാതൃക എല്ലാത്തിനും നമ്മൾ പിൻപറ്റാൻ വേണ്ടി ഒരു ശ്രമമാണത്. പിന്നെ നിസ്കാരം ഫിക്സേഷൻ സൈഡ്, അതും അവിടെ ബിൽഡിങ്ങാണ്. ഇൽമ് ബിൽഡാണ്. ദിക്ർ, അതേപോലെ ഇക്റാം, അതേപോലെ ഇഖ്ലാസ്, അതുപോലെ ദഅവത്ത് എന്ന് പറയുന്നത് അടുപ്പിക്കലാണ്. റബ്ബിലേക്ക് അടുക്കലും മറ്റുള്ളവരെ അടുപ്പിക്കലും. മറ്റേ ഓപ്പോസിറ്റാണ്. ഫദാലിക്കല്ലദി യദ്ഉൽ യതീം, യതീമിനെ ആട്ടുന്നവൻ, അകറ്റുന്നവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ സിഫത്തുകൾ വെച്ചിട്ടുള്ളതൊക്കെ നബിമാരുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പഴയ മെഡിക്കൽ സിസ്റ്റം പോലെ ഇൻപുട്ട് സൈഡ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഔട്ട്പുട്ട് ഫിക്സിംഗ് ആണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളിലായിട്ട് കാണും. പക്ഷേ ഹെൽത്ത് ബിൽഡിംഗ് എന്നുള്ളത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്, ഒരു പരിശ്രമമാണ്, നിരന്തരമായ പരിശ്രമമാണ്. രോഗം വരാതിരിക്കാൻ നമ്മൾ ഇൻപുട്ട് ഫിക്സ് ചെയ്താൽ, നമ്മൾ പാത്രം ഫിക്സ് ചെയ്താൽ നമ്മൾ ആരോഗ്യം ഫിക്സ് ചെയ്യാനുള്ള മെയിൻ കാരണമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ. തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, തിരുത്താം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.